നമസ്കാരം. ഷാഫി പറമ്പിൽ എന്തുകൊണ്ടാണ് പാലക്കാട് നിന്ന് വടകരയിലേക്ക് എത്തുമ്പോൾ കണ്ണീരോടുകൂടി വിട പറയേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടായത്? രാഷ്ട്രീയക്കാർക്കിടയിൽ ഇങ്ങനെയും ചില മുഖങ്ങളുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളത് വസ്തുതയും യാഥാർത്ഥ്യമാണ്. പക്ഷേ ചിലത് ചിന്തിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയമെന്ന് പറയപ്പെടുന്ന ഒരു തൊഴിലാണ്. അങ്ങനെ രാഷ്ട്രീയം തൊഴിലാക്കുന്ന ഷാഫി പറമ്പിൽമാർ അടയാളപ്പെടുത്തുന്നത് എന്താണ്? ഹോച്ചിമിനും ഇന്ത്യൻ രാഷ്ട്രീയക്കാരുടെ ജീർണതയും എന്നുള്ളൊരു സംവിധാനമുണ്ട് അതിനകത്ത്. ഞാൻ എവിടെയും പോകുന്നില്ല, ജോലിക്ക് അതായത് തൊഴിൽ പോകുന്നു, അതിനുവേണ്ടി മാത്രമാണ് യാത്രയാകുന്നത് എന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പാലക്കാടിൻ്റെ MLA ഷാഫി പറമ്പിലിൻ്റെ വാക്കുകളാണ് ഞാൻ ആദ്യം ഉദ്ധരിച്ചത്. വടകരയിലേക്ക് തന്നെ യാത്രയയക്കാൻ വന്ന നാട്ടുകാരോടായിരുന്നു കോൺഗ്രസിൻ്റെ യുവനേതാവിൻ്റെ പ്രതികരണമെന്ന് പറയപ്പെടുന്നത്. വളരെ വൈകാരികമായിട്ടുള്ള ഒരു യാത്രയയപ്പ് എന്ന് മലയാള മനോരമ അടക്കമുള്ള മുൻനിര മാധ്യമങ്ങൾ ഷാഫിയുടെ വാക്കുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വാർത്തയും നൽകി, വായ്ത്താരികളുമുണ്ടായി. എന്നാൽ ഷാഫിയെ പോലുള്ളവർ രാഷ്ട്രീയത്തെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തൊഴിലായിട്ടാണ് കാണുന്നത് എന്നല്ലേ ഈ പറഞ്ഞ വാക്കുകൾക്ക് അർത്ഥം എന്ന് ചോദിക്കേണ്ടി വരും. ഷാഫി പറഞ്ഞത് ശരിയല്ലേ? അത് അദ്ദേഹത്തിൻ്റെ തൊഴിലല്ലേ എന്ന് ചോദിക്കുന്നവരോട് ഒരു കഥ പറയട്ടോ. ഇതൊരു പഴയ കഥയാണ്. പുതിയ കാലത്തെ ഷാഫി പറമ്പിൽ മോഡൽ രാഷ്ട്രീയക്കാർ ഇന്ന് ചിലപ്പോൾ ഇത് കേട്ട് ചിരിക്കുകയാകും. വിയറ്റ്നാമിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഹോച്ചിമിൻ ഇന്ത്യയിൽ സന്ദർശനത്തിനെത്തുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളടക്കം എല്ലാ പാർട്ടി നേതാക്കളുടെയും പ്രതിനിധികൾ, ആ പ്രതിനിധി സംഘങ്ങളൊക്കെ ഡൽഹിയിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തുന്നു. അവരോടൊക്കെ ഹോച്ചിമിൻ ചോദിച്ചു, നിങ്ങളുടെ തൊഴിലെന്താണ്? ഈ വരുന്ന ആൾക്കാരുടെ അടുത്തുള്ള ഒരു ചോദ്യമാണ് ഹോച്ചിമിൻ്റെ. അവർ പറഞ്ഞത് രാഷ്ട്രീയമെന്നാണ്. നേതാക്കൾ ഒരേ സ്വരത്തിൽ മറുപടി പറയുകയാണ്, ഞങ്ങളെല്ലാം രാഷ്ട്രീയക്കാരാണ്, അതാണ് ഞങ്ങളുടെ തൊഴിലെന്ന്. മുഖ്യമായും നിങ്ങൾ എന്തിലാണ് വ്യാപൃതരായിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. തൊഴിൽ എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയമാണോ? അപ്പോഴും ഹോച്ചിമാൻ്റെ ആ ചോദ്യത്തിനോട് അവർ പറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ് ഞങ്ങൾ 100% ഡെഡിക്കേറ്റഡ് ആയിരിക്കുന്നതെന്ന് നേതാക്കൾ ഒന്നടങ്കം മറുപടി പറയുകയാണ്. ഈ മറുപടി കേട്ടപ്പോൾ വിയറ്റ്നാം നേതാവ് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ്, അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ഉപജീവന മാർഗം, ആ ഉപജീവന മാർഗം എന്താണ് എന്നാണ്. കണ്ണു തള്ളിപ്പോവാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ. ആ ചോദ്യത്തിന് മുമ്പിൽ വളരെ ലജ്ജയോടെ തല താഴ്ത്താൻ മാത്രമേ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ്. ആ സമയത്തിനാണ് ഹോച്ചിമൻ അവരോട് പറയുന്നത്, മുഖ്യമായും ഞാനൊരു കൃഷിക്കാരനാണ്. വളരെ രാവിലെ, അതായത് അതിരാവിലെ എണീറ്റ് ഞാൻ കൃഷിപ്പാടത്തേക്ക് പോകും. ആ കൃഷിപ്പാടത്തേക്ക് പോയിട്ട് ഏതാനും മണിക്കൂർ എൻ്റെ കൃഷിയിടത്തിൽ ഞാൻ പണിയെടുത്ത ശേഷമാണ് ഞാൻ ഈ പ്രസിഡന്റിൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ദിവസവും ഈ ഓഫീസിലേക്ക് ഞാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇത് ഹോച്ചിമാൻ്റെ വാക്കുകളാണ്. അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരുടെ കാലം ഇന്ത്യയിലും വരുമോ എന്ന് വെറുതെ നമുക്ക് ചിന്തിക്കാം. കഴിയില്ല എന്നുള്ളതാണ്. ടാറ്റ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പഠനത്തിൽ അതിൽ വെളിപ്പെടുത്തിയത് രാഷ്ട്രീയം ഉപജീവനമാർഗമാക്കിയ 6 ലക്ഷം പേർ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ 3 ഇരട്ടിയിലേറെ വർധന ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല കേട്ടോ. അതാണ് അതിൻ്റെ സത്യവും. രാഷ്ട്രീയത്തിനൊപ്പം പണിയെടുത്ത് കഴിയണമെന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന എത്ര രാഷ്ട്രീയക്കാർ നമ്മുടെ രാജ്യത്തുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അതേസമയം ഈ വടകരയിൽ മത്സരിക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം ഷാഫി എടുത്ത് ചോദിച്ചാൽ ഷാഫി പറയുന്നത് ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയപ്പെടുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വടകരയിൽ മത്സരിക്കണമെന്നറിഞ്ഞപ്പോൾ ആദ്യം ഞെട്ടിപ്പോയെന്നും വടകരയിലെ ജനങ്ങൾക്കുള്ള നന്ദി അത് പ്രവൃത്തിയിലൂടെ കാണിക്കാമെന്നുമൊക്കെ പറഞ്ഞു വെക്കുന്ന ഷാഫിയെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഹോച്ച്മാൻ പറയുന്ന പോലെ നിങ്ങളുടെ രാഷ്ട്രീയം തൊഴിലാണെങ്കിൽ അത് ഇവിടെ നടക്കില്ല. വടകരയുടെ ടീച്ചറമ്മ എന്ന് പറയപ്പെടുന്ന TPയുടെ അമ്മയാണ് എന്ന് ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. അതും രാഷ്ട്രീയമല്ലേ? വടകരയിൽ മത്സരിക്കണമെന്ന തീരുമാനം അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി എന്ന് പറയപ്പെടുന്നതും രാഷ്ട്രീയമല്ലേ? പ്രയാസമുണ്ടായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ് എന്ന് പറയപ്പെടുമ്പോൾ അതും രാഷ്ട്രീയമല്ലേ? അപ്പോൾ എന്തിലും ഏതിലും രാഷ്ട്രീയമുണ്ട്. UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എത്തുമ്പോൾ പാലക്കാട്ടുകാർക്ക് ആരെ തോൽപ്പിക്കണമെന്ന് പണ്ടേ അറിയാമായിരുന്നു എന്ന് പറയുന്നതല്ല, ഇന്നറിയുന്നത് എന്താണ് എന്നുള്ളതാണ്. മത്സരിക്കുന്നത് ജയിക്കാനായി എത്തുന്നു എന്ന് പറയുമ്പോൾ TPയെ 51 വെട്ടുവെട്ടിയവരുടെ പ്രത്യയശാസ്ത്രത്തെ, അതിനെ വടകരയുടെ മണ്ണിൽ തോൽപ്പിക്കണമെന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയമുണ്ട് ഷാഫിയുടെ കയ്യിൽ.
വടകരയുടെ ടീച്ചറമ്മ എന്ന് പറയപ്പെടുന്നത് കെ ശൈലജയല്ല, ടി.പിയുടെ അമ്മ പത്മിനിയാണ് എന്ന് പറയപ്പെടുന്നു. വടകരയിൽ മനുഷ്യത്വം പറ്റാത്തവരുടെ വോട്ട് ലഭിക്കുക അത് UDF-നായിരിക്കുമെന്നും ആ വോട്ട് തന്നാൽ നിങ്ങൾക്ക് ഖേദിക്കേണ്ടി വരില്ല എന്നുകൂടി ഷാഫി പറമ്പിൽ എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയക്കാരൻ വളരെ കൃത്യമായി പറയുന്നു. ഷാഫി പറമ്പിൽ അർദ്ധരാത്രി തന്നെ വിളിച്ച് കരഞ്ഞെന്ന് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള MK രാഘവൻ അടക്കം പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അതും ഒരു രാഷ്ട്രീയമല്ലേ? വടകരയിൽ നിന്ന് ഒഴിവാക്കാൻ അഭ്യർത്ഥിക്കണമെന്ന് ഷാഫി പലവട്ടം ആവശ്യപ്പെട്ടുവെന്ന് പറഞ്ഞുകൊണ്ടാണ് രാഘവൻ ഇത് പറയപ്പെടുന്നത്. എന്നാൽ ഇന്ന് ഷാഫിക്ക് ലഭിച്ചത് മാസ് എൻട്രിയാണ് എന്നുകൂടി അവർ പറയുകയാണ്. ഏകദേശം 2 ലക്ഷം ഭൂരിപക്ഷത്തിൽ വടകരയിൽ ജയിക്കുമെന്ന് രാഘവൻ അഭിപ്രായപ്പെടുന്നു. അത് രാഘവൻ്റെ അഭിപ്രായവും ഒപ്പം രാഷ്ട്രീയവുമാണ്. വടകരയിൽ UDF-ന് വൻ ഭൂരിപക്ഷം ഉറപ്പ് എന്ന് ഷാഫി പറമ്പിൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ അത് യാഥാർത്ഥ്യമാകുമോ എന്നറിയില്ല. മണ്ഡലത്തിൽ UDF വൻ ഭൂരിപക്ഷം നേടുമെന്ന് അവകാശപ്പെടാം, പക്ഷെ കഴിയില്ല. വടകരയിൽ നടക്കുന്നത് 2 ആശയങ്ങൾ തമ്മിലുള്ള മത്സരമാണ് എന്ന് പറയട്ടെ. ഭരണകൂടത്തിൻ്റെ ദുർഭരണത്തിനെതിരെ ജനങ്ങൾ വിധി എഴുതുക തന്നെ ചെയ്യും. കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെതിരെ ജനങ്ങൾ വിധി എഴുതും. ഇതൊക്കെ വേണമെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കാം ഷാഫി അടക്കമുള്ള രാഷ്ട്രീയക്കാർക്ക്. വടകരയിലെത്തിയ ഷാഫി പറമ്പിലിന് വൻ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയിരുന്നത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. വല്ലാത്തൊരു സ്വീകരണം തന്നെയാണ് ഷാഫിക്ക് നൽകിയത്. പക്ഷേ ഞാനിവിടെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഇത്രയേ ഉള്ളൂ. രാഷ്ട്രീയം തൊഴിലാക്കി മാറ്റാതിരിക്കുക. വിയറ്റ്നാമിൻ്റെ ഹോച്ചിമാനും നമ്മുടെ രാഷ്ട്രീയത്തിലുള്ള ഷാഫി പറമ്പിലുമൊക്കെ അത്തരത്തിലാകണമേ എന്നുള്ളതാണ് പ്രതീക്ഷ. ഹോച്ചിമാനെ പോലെ ആകാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിലും സ്വന്തം രാഷ്ട്രീയം തൊഴിലാക്കി മാറ്റാതെ തൊഴിലെടുത്ത് മറ്റെന്തെങ്കിലും ഒരു തൊഴിലെടുത്ത് ജീവിക്കുകയും രാഷ്ട്രീയം അതിനോടൊപ്പം കൊണ്ടു നടക്കുകയും ചെയ്യുന്ന എത്ര രാഷ്ട്രീയക്കാർ നമ്മുടെ ഈ രാഷ്ട്രീയ കേരളത്തിലുണ്ട്, രാഷ്ട്രീയ ഇന്ത്യയിലുണ്ട്. ജനാധിപത്യ ഇന്ത്യയിൽ അത്തരത്തിലുള്ള ആൾക്കാരെ കിട്ടാൻ കഴിയില്ല എന്നുള്ളതാണ്. ഏകദേശം 18 ലക്ഷത്തിലധികം 20 ലക്ഷത്തോളം വരുന്ന രാഷ്ട്രീയക്കാർ ഉപജീവനമാർഗമായി ഇന്നും കാണുന്നത് നമ്മുടെ ഈ രാഷ്ട്രീയത്തെ തന്നെയാണ്. ഇത്രയും പറയുമ്പോഴും ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. വടകരയുടെ മണ്ണിലേക്ക് ഷാഫി പറമ്പിൽ വരുമ്പോൾ പാലക്കാട് നിന്ന് വിട്ടുവരുന്ന ഷാഫിയെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ പൊട്ടിക്കരയുന്നവർ, കെട്ടിപ്പിടിക്കുന്നവർ, കൂടെ പോകാൻ ആഗ്രഹിക്കുന്നവർ അടക്കമുള്ളവരെ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. ഷാഫി പറഞ്ഞതുപോലെ MK രാഘവനോട് പറഞ്ഞ പോലെ എനിക്ക് വടകരയിൽ മത്സരിക്കേണ്ട, പകരം ഞാൻ പാലക്കാടിൻ്റെ MLA ആയി നിന്നോളാം എന്ന് പറയപ്പെടുന്ന ഒരു രാഷ്ട്രീയമുണ്ടല്ലോ. ആ രാഷ്ട്രീയത്തെ കാണാതായി പോകുന്നത് കോൺഗ്രസിൻ്റെ കഷ്ടകാലമാണ് എന്ന് പറയേണ്ടി വരും. വടകരയിൽ K മുരളീധരൻ നിർത്തി വേണമെങ്കിൽ ഒന്ന് കഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സീറ്റായിരുന്നു വടകര. അതിനെ നഷ്ടപ്പെടുത്തുകയാണ്. പകരം TN പ്രതാപൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി ജയിച്ചില്ലെങ്കിലും ഒരു നല്ല മത്സരം കാഴ്ചവെക്കാൻ പറ്റുന്ന ഇടമായിരുന്നു തൃശ്ശൂരെന്ന് അറിഞ്ഞിട്ടും അവിടേക്ക് K മുരളീധരനെ കൊണ്ടു നിർത്തി പരാജയപ്പെടുത്തുന്നത് എന്തിനാണ് കോൺഗ്രസ് എന്ന് ചോദിക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരേ സമയം 2 സീറ്റുകൾ നഷ്ടപ്പെടുത്തുന്നു. ഒപ്പം ഷാഫി പറമ്പിലും വേണമെങ്കിൽ ചിരിക്കാം. വടകരയിൽ പരാജയപ്പെട്ടാലും പാലക്കാടിൻ്റെ പ്രിയപുത്രനായി മടങ്ങിപ്പോകാം. പ്രിയ MLA ആയി കെട്ടിപ്പിടിച്ചവരോടും പൊട്ടിക്കരഞ്ഞവരോടും കൂടെ ചേരാൻ വന്നവരോടും കൂടെ പോരാൻ നിന്നവരോടുമൊക്കെ വീണ്ടും പാലക്കാടിൻ്റെ പുത്രനായി ഷാഫിക്ക് വാഴുകയും ചെയ്യാം. അങ്ങനെ ഷാഫിയുടെ രാഷ്ട്രീയം വിജയിക്കട്ടെ. ആ രാഷ്ട്രീയം തൊഴിലാക്കി മാറ്റുന്നതിനോട് മാത്രമാണ് നമുക്ക് വിയോജിപ്പ്.